ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം കൊള്ളയടിക്കാൻ എന്തൊക്കെ വേണം? തോക്ക്, CCTV ഹാക്ക് ചെയ്യാൻ ലാപ്ടോപ്പ്, ഇതൊന്നും വേണ്ട. ആകെ വേണ്ടത് ഒരു സേഫ്റ്റി ജാക്കറ്റും ഒരു മാസ്കും പിന്നെ ഒരു അടിപൊളി പ്ലാൻ. ലോകത്തിൽ ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന മ്യൂസിയംസിലൊന്നാണ് ഫ്രാൻസിലെ പാരീസിലുള്ള ലൂർ മ്യൂസിയം. ഒക്ടോബർ 19, 2025 മറ്റേതൊരു സാധാരണ ദിവസം പോലെ രാവിലെ 9 മണിക്ക് മ്യൂസിയം തുറന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾ ലൂറിലെ അതിമനോഹരമായിട്ടുള്ള ശേഖരം കാണാൻ അകത്തേക്ക് പ്രവേശിച്ചു. വിങ്ഡ് വിക്ടറി ഓഫ് സാമത്രൈസ് എന്ന് വിളിക്കുന്ന ഗ്രീക്ക് ഗോഡസ് ആയിട്ടുള്ള നൈക്കിയുടെ ശില്പം. ഈ ശില്പത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് പഴയ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. കൊറോണേഷൻ ഓഫ് നെപ്പോളിയൻ എന്ന പെയിന്റിംഗ്. പാരീസിലെ നോട്ടർഡാം പാലസിൽ വെച്ച് നെപ്പോളിയനെ എംപററായിട്ട് പോപ്പ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് പോപ്പിന്റെ കയ്യിൽ നിന്ന് കിരീടം തട്ടിപ്പറിച്ച് നെപ്പോളിയൻ സ്വയം ധരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ചർച്ചും ക്രൗണും തമ്മിൽ നിലനിന്നിരുന്ന കോൺഫ്ലിക്റ്റിന്റെ പ്രതീകമായിട്ടും നെപ്പോളിയൻ അധികാരം കൈവശപ്പെടുത്തുന്നതിന്റെ പ്രതീകമായിട്ടുമാണ് ഈ പിക്ചറിനെ കണക്കാക്കപ്പെടുന്നത്. ലൂറിലെ മറ്റൊരു ഫേമസ് പെയിന്റിംഗ് ആണ് ലിബർട്ടി ലീഡിംഗ് ദ പീപ്പിൾ. ലിബർട്ടി എന്ന പേരുള്ള ഒരു സ്ത്രീ ജനങ്ങളുടെ റെവല്യൂഷനെ നയിക്കുന്ന ഒരു പെയിന്റിംഗ്. ഈ പിക്ചറിലെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള ലിബർട്ടി എന്ന ലേഡിയാണ് പിന്നീട് സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് മാറിയതെന്ന് പറയപ്പെടുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ബാബിലോണിയൻ സിവിലൈസേഷന്റെ നിയമങ്ങളെല്ലാം കൊത്തിവെച്ചിരിക്കുന്ന കോഡ് ഓഫ് ഹമ്മുറായി എന്ന ഫലകം, സ്പിങ്സും ഏൻഷ്യൻ ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടെ ഓർണമെന്റ്സ് ഉൾപ്പെടെയുള്ള ഈജിപ്ഷ്യൻ ആർട്ടിഫാക്ട്സ്. ഇതിനൊക്കെ പുറമെ ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് പെയിന്റിംഗ് ആയിട്ടുള്ള മൊണാലിസ, 16ാം നൂറ്റാണ്ടിലെ ലിയനാർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസ. ആ മൊണാലിസ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ലൂർ മ്യൂസിയത്തിലാണ്. സമയം 9:30. മ്യൂസിയത്തിന്റെ അപ്പോളോ ഗാലറി എന്ന് വിളിക്കുന്ന ബിൽഡിങ്ങിന്റെ സമീപത്തേക്ക് ഒരു ട്രക്ക് വരുന്നു. ഈ മെയിൻ്റെനൻസ് വർക്കിനും കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ലാഡർ പിടിപ്പിച്ച ഒരു ട്രക്ക്. ആ ട്രക്കിൽ നിന്നും മാസ്കുകൾ വച്ച മഞ്ഞ കളറിലുള്ള സേഫ്റ്റി വെസ്റ്റ് ധരിച്ച 2 ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. കൂടാതെ അവരുടെ സമീപത്തേക്ക് അതേ വേഷത്തിലുള്ള 2 ആളുകൾ സ്കൂട്ടറിൽ എത്തിച്ചേരുന്നു. ഒട്ടും സമയം കളയാതെ അവർ വന്ന കാര്യം ചെയ്യാൻ തുടങ്ങി. ആ ട്രക്കിലെ ലാഡർ എക്സ്റ്റെൻഡ് ചെയ്ത് 2 ആളുകൾ അപ്പോളോ ഗാലറിയുടെ ബാൽക്കണി കയറി. പൊതുവെ ലൂറിലെ പഴയ ബിൽഡിങ്സിൽ ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ളത് കൊണ്ട് തന്നെ അതിൽ പാസ് ചെയ്ത ആളുകളെല്ലാം ഇതൊരു നോർമൽ റുട്ടീൻ മെയിൻ്റെനൻസ് വർക്കാണെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മ്യൂസിയം റോബറിയാണ്. ബാൽക്കണിയിൽ കയറിയ ആളുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഗ്രൈൻഡേഴ്സ് ഉപയോഗിച്ച് വിൻഡോയുടെ ഗ്ലാസ് പെയിൻസ് കട്ട് ചെയ്തു. എന്നിട്ട് പതിയെ അവർ അപ്പോളോ ഗാലറിയിലേക്ക് പ്രവേശിച്ചു. ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഗോൾഡൻ സീലിങ്ങും വോൾസും ഒക്കെ ഉള്ള ഒരു ലോങ് റൂം. ഈ റൂമിന്റെ സെൻട്രലായിട്ട് വിവിധ ഗ്ലാസ് ബോക്സസിൽ വിലമതിക്കാനാവാത്ത അമൂല്യ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളും ആർട്ട് വർക്കുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ലൂയി 15ാമൻ്റെയും നെപ്പോളിയന്റെയും കിരീടം, ലൂയി 14ാമൻ്റെ 20 ക്യാരറ്റ് വെയ് ചെയ്യുന്ന ഹോർട്ടൻസിയ ഡയമണ്ട്, 140 ക്യാരറ്റ് വെയിറ്റ് ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് വൈറ്റ് ഡയമണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന റെജൻ ഡയമണ്ട്, ഇതെല്ലാം അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നു. അകത്ത് പ്രവേശിച്ച ആളുകൾ മിക്ക ഗ്ലാസ് ബോക്സും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. കാരണം അവരുടെ ലക്ഷ്യം ഈ ഗാലറിയുടെ ഏകദേശം സെൻട്രലിലുള്ള ഗ്ലാസ് കേസാണ്. കാരണം ആ കേസിന്റെ ഉള്ളിലാണ് ഫ്രഞ്ച് ക്രൗൺ ജുവൽസ് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ സെൻട്രലിലുള്ള ആ ഗ്ലാസ് കേസിന്റെ അടുത്തെത്തി. ഗ്രൈൻഡർ ഉപയോഗിച്ച് ആ ഗ്ലാസ് തകർത്ത് ഫ്രഞ്ച് ക്രൗൺ ജുവൽസിന്റെ ഭാഗമായിരുന്ന 8 ഐറ്റംസ് അവർ ബാഗിലാക്കി. സഫയർ ഡയമണ്ട് എംബഡ് ചെയ്ത ഒരു ടിയാറ, ഒരു നെക്ലസ്, ഒരു സെറ്റ് ഇയറിങ്സ്, ഒരു എംറാൾഡ് നെക്ലസും അതേ സെറ്റിലെ എംറാൾഡ് ഇയറിങ്സും, എംപ്രസ് യൂജിനിന്റെ ക്രൗൺ, പേൾ ടിയാറ, പിന്നെ ഡയമണ്ട് എംബഡ് ചെയ്ത ഒരു ബ്രൂച്ച്, വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിപ്പിച്ച 8 ഐറ്റംസ്. ഇവർ അപ്പോളോ ഗാലറിയുടെ അകത്തേക്ക് കടന്നപ്പോൾ തന്നെ സെൻസേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് ഗാർഡ് റൂമിൽ അലാറം അടിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗാർഡുകൾ അപ്പോളോ ഗാലറിയിൽ എത്തി. പക്ഷെ അവിടെ എത്തിയ ഗാർഡുകൾ കണ്ടത് മോഷണം കഴിഞ്ഞ് മടങ്ങുന്ന കള്ളന്മാരെയാണ്. അവർ ജനലിലൂടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ലാഡർ വഴി താഴെ എത്തി. അവിടെ വെയിറ്റ് ചെയ്തിരുന്ന ബാക്കി 2 കൂട്ടാളികളുടെ ഒപ്പം സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങി. ഗാർഡ്സ് വിസിൽ അടിച്ചുകൊണ്ട് അവരുടെ പുറകെ തന്നെ ഓടിയെത്തി. ഈ വെപ്രാളത്തിൽ അവർ മോഷ്ടിച്ച ഒരു ഐറ്റം, ഒരു കിരീടം, റോട്ടിൽ വീണു. അതെടുക്കാൻ നിൽക്കാതെ അവർ എത്രയും പെട്ടെന്ന് പാരീസിലെ ട്രാഫിക്കിന്റെ ഇടയിലേക്ക് മറഞ്ഞു. ഇതെല്ലാം നടന്നത് വെറും 7 മിനിറ്റിനുള്ളിൽ. അവർ മോഷ്ടിച്ച വസ്തുക്കളുടെ ടോട്ടൽ വാല്യൂ $100 മില്യൺ. പോകാൻ നേരത്ത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്ന ട്രക്ക് അവർ കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഗാർഡ്സിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കാരണം അത് അവർക്ക് തടയാൻ പറ്റി. സെയിം ഡേയിൽ തന്നെ മോഷ്ടാക്കൾ ഉപേക്ഷിച്ച സ്കൂട്ടറും ജാക്കറ്റും ഗ്ലൗസും ഒക്കെ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചു. അതിൽ നിന്ന് കിട്ടിയ തെളിവ് പ്രകാരം കുറച്ച് ആളുകൾ അറസ്റ്റ് ചെയ്തെങ്കിലും ഇതുവരെ മോഷണം പോയ ഐറ്റംസ് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മ്യൂസിയങ്ങളിൽ ഒന്നായ ലൂർ മ്യൂസിയത്തിൽ പ്രോപ്പർ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇല്ലാതെ പോയതും, എന്തിനേറെ ആ ബാൽക്കണിയിൽ ഒരു CCTV പോലും ഇല്ലാത്തതും,
ക്രൗൺ ജുവൽസ് പോലത്തെ നാഷണൽ ട്രഷർ ആയിട്ടുള്ള ഒരു ഐറ്റം മോഷണം പോയതൊക്കെ ഫ്രാൻസിനെ സംബന്ധിച്ച് ഇപ്പൊ നാണക്കേടായിട്ട് മാറിയിരിക്കുകയാണ്. വിലമതിക്കാനാകാത്ത ഒരുപാട് കളക്ഷൻസ് ഉള്ള ലൂർ മ്യൂസിയത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഒരു മോഷണം നടക്കുന്നത്. മൊണാലിസയെ ഇന്ന് കാണുന്ന പോലെ വേൾഡ് ഫേമസ് പെയിന്റിംഗ് ആക്കി മാറ്റിയതും ലൂറിൽ പണ്ട് നടന്നൊരു മോഷണമാണ്. 1911 മൊണാലിസ മോഷണം പോയി. അതും ഒരാൾ ഒറ്റയ്ക്ക് ചെയ്ത മോഷണം. അതും ഇപ്പൊ നടന്ന മോഷണം പോലെ തന്നെ നോൺ വയലന്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പകൽ സമയത്ത്. അന്ന് പക്ഷെ മോഷണം നടത്തിയത് ലൂറിലെ തന്നെ ഒരു എംപ്ലോയി ആയിരുന്ന വിൻസെൻസോ പെറൂജി ആയിരുന്നു. അയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് പകരം ലൂർ മ്യൂസിയത്തിൽ തന്നെ ഒളിച്ചിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഒരു 7:30 ആയപ്പോൾ യൂണിഫോം ഇട്ട് ഏതാനും ചില എംപ്ലോയീസ് മാത്രം വന്നു തുടങ്ങിയ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി. അധികം ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇയാൾ നേരെ മൊണാലിസ ഇരിക്കുന്ന വാളിന്റെ അടുത്തേക്ക് ചെന്നു. അന്ന് മൊണാലിസ പെയിന്റിംഗ് എത്ര ഫേമസ് അല്ല, അതുകൊണ്ട് തന്നെ മറ്റു പല പെയിന്റിങ്സിന്റെ ഒപ്പം ഒരു ചുമരിലാണ് തൂക്കിയിട്ടിരുന്നത്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അയാൾ ഈ മൊണാലിസ പെയിന്റിംഗ് ഊരി ഒരു സ്റ്റോറേജ് റൂമിൽ കൊണ്ടുചെന്ന് ഫ്രെയിമും പെയിന്റിങ്ങും സെപ്പറേറ്റ് ചെയ്തു. ആ പെയിന്റിംഗ് മാത്രം പൊതിഞ്ഞെടുത്ത് ഒരു സർവീസ് ഡോർ വഴി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷെ ആ ഡോർ ലോക്ക്ഡ് ആയിരുന്നു. ആ സമയത്ത് അതുവഴി വന്ന വേറൊരു മ്യൂസിയം എംപ്ലോയി അയാളുടെ കയ്യിലിരുന്ന താക്കോൽ ഉപയോഗിച്ച് പെറൂജിയയ്ക്ക് വേണ്ടി ആ ഡോറ് തുറന്നു കൊടുത്തു. അങ്ങനെ പെറൂജിയ മൊണാലിസ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. പക്ഷേ മൊണാലിസ മിസ്സിംഗ് ആയ കാര്യം 24 മണിക്കൂർ നേരത്തേക്ക് ആരും അറിഞ്ഞില്ല. ചില എംപ്ലോയീസ് വിചാരിച്ചു റിപ്പയറിനോ മെയിൻ്റെനൻസ് വർക്കിനോ വേണ്ടി കൊണ്ടുപോയതാണെന്ന്. വേറെ ചില ആളുകൾ വിചാരിച്ചു ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫി റൂമിലേക്ക് മാറ്റിയതാണെന്ന്. പിന്നീട് ഈ മോഷണത്തിന്റെ വാർത്ത പുറത്തു വന്നതോടുകൂടി മൊണാലിസ പെയിന്റിംഗ് ഫേമസ് ആയി. എല്ലാ ന്യൂസ് പേപ്പറിലും ഈ മോഷണത്തിന്റെ വാർത്തയോടൊപ്പം ഈ പെയിന്റിങ്ങിന്റെ ഫോട്ടോയും പ്രിന്റ് ചെയ്തു വന്നു. അങ്ങനെ മൊണാലിസ പെയിന്റിംഗ് കാണാത്ത ലോകത്തിലെ മുഴുവൻ ആളുകളും മൊണാലിസ പെയിന്റിംഗ് കണ്ടു. അങ്ങനെ ഈ പെയിന്റിംഗ് ഫേമസ് ആയി. 1912 ടൈറ്റാനിക് മുങ്ങുന്നത് വരെ മൊണാലിസ മോഷണം പോയതായിരുന്നു ഗ്ലോബലി ട്രെൻഡിങ് ന്യൂസ്. ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ അപ്ഡേറ്റ്സ് വരുന്നു, ന്യൂസ് പേപ്പറിൽ ഫോട്ടോഗ്രാഫ്സും വരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഇറ്റലിയിലെ ഒരു ആർട്ട് ഡീലർക്ക് മൊണാലിസ കൈമാറാൻ ശ്രമിക്കുമ്പോൾ പെറൂജിയ പിടിക്കപ്പെട്ടു. പെറൂജിയ അന്ന് മൊണാലിസ മോഷ്ടിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത് മൊണാലിസയെ അതിന്റെ ഹോമായിട്ടുള്ള ഇറ്റലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണെന്നാണ്. എന്തായാലും മൊണാലിസ തിരിച്ചു കിട്ടി. അത് തിരിച്ച് ലൂറിലെത്തുകയും ചെയ്തു. മൊണാലിസ തിരിച്ചു കിട്ടിയെങ്കിലും എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ പ്രകാരം ഇപ്പൊ മോഷണം പോയ ഈ ഓർണമെന്റ്സ് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ ഓർണമെന്റ്സ് അണ്ടർഗ്രൗണ്ട് മാർക്കറ്റിൽ വിൽക്കാൻ ശ്രമിച്ച ഇന്റർപോളിന്റെയോ ഫ്രഞ്ച് പോലീസിന്റെ ഒക്കെ റഡാറിൽ പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഓർണമെന്റ്സിലുള്ള ഡയമണ്ട്സും പ്രഷ്യസ് മെറ്റൽസും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് അത് സെപ്പറേറ്റ് ആയിട്ട് പല സ്ഥലങ്ങളിൽ വിൽക്കുന്നതായിരിക്കും സേഫർ. അങ്ങനെ ചെയ്താൽ വിൽക്കുമ്പോൾ കിട്ടുന്ന വില കുറയെങ്കിലും പിടിക്കപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. മിക്ക ഓർണമെന്റ് ഹേസ്റ്റിലും സംഭവിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ലൂറിലെ മോഷ്ടാക്കളും ഈ വഴി തന്നെ ചൂസ് ചെയ്താൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലേക്ക് ഈ ഓർണമെന്റ്സിന്റെ രൂപമാറ്റം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഓർണമെന്റ്സ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഫ്രഞ്ച് പോലീസ്. എത്രത്തോളം വേഗം ഇത് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളമാണ് തിരിച്ചു കിട്ടാനുള്ള സാധ്യത. കാരണം എക്സ്പേർട്സിന്റെ ഒപ്പീനിയനിൽ ഓർണമെന്റ് ഹേസ്റ്റിൽ ആദ്യത്തെ 1 മാസത്തിൽ ഈ ഐറ്റംസ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത 5% താഴെയാണ്. എന്തായാലും ഈ മോഷണം പോയ വസ്തുക്കൾ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ച ഫ്രഞ്ച് പോലീസിന് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഒന്നായിരിക്കും.